നമുക്കറിയാം, ഇന്ത്യൻ സിനിമയിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളാണ് മലയാളത്തിൻ്റെ മെഗാസ്റ്റാർ അല്ലെ മലയാളി പ്രേക്ഷകരുടെ സ്വന്തം മമ്മൂക്ക. ശബ്ദ ഗാംഭീര്യം കൊണ്ടും സ്വാഭാവികമായ അഭിനയം കൊണ്ടും എണ്ണം പറഞ്ഞ ചരിത്ര കഥാപാത്രങ്ങളിലൂടെ വടക്കൻ വീരഗാഥയിലെ ചന്തുവിനെ വരെ അനശ്വരമാക്കിയ മഹാപ്രതിഭ. തനിയാവർത്തനം, പാഥേയം, യാത്ര, മൃഗയ, ന്യൂഡൽഹി തുടങ്ങി വർഷങ്ങളായി ചർച്ച ചെയ്യപ്പെടുന്ന മമ്മൂട്ടി ചിത്രങ്ങൾ ഒന്നോ പത്തോ അല്ല. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും മമ്മൂട്ടി എന്ന നടൻ്റെ വേഷപ്പകർച്ച ചില്ലറയല്ല. ആ മഹാനടനെ തേടി വന്നത് അനീതിയായി പോയോ എന്നാണ് ഇപ്പോൾ ബിഗ് ബോസ് വിന്നറായ അഖിൽ മാരാർ തൻ്റെ ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റിൽ പറയുന്നത്. പോസ്റ്റിൽ പറയുന്ന പൂർണ്ണരൂപം ഇങ്ങനെയാണ്: റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യം നൽകുന്ന ആദരവ് ഏതൊരു ഭാരതീയ പൗരൻ്റെയും അഭിമാന നിമിഷങ്ങളിൽ ഒന്നാണ്. നിരവധി പ്രാഞ്ചിയേട്ടന്മാർ പണം ഉപയോഗിച്ച് മുൻകാലങ്ങളിൽ പത്മശ്രീ പട്ടം നേടിയെടുത്തിരുന്നു എന്നതിൽ നിന്നും വ്യത്യസ്തമായി അർഹതയുള്ള സാധാരണക്കാരന് പത്മശ്രീ ലഭിച്ചതായി കണ്ടത് മോദി സർക്കാർ വന്നതിന് ശേഷമാണെന്നാണ് അഖിൽ മാരാർ പോസ്റ്റിൽ പറയുന്നത്. കൂടാതെ എന്നാൽ കഴിഞ്ഞ ദിവസം പത്മ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ സന്തോഷവും വിഷമവും തോന്നി. PR ശ്രീജേഷ് എന്ന രാജ്യത്തിൻ്റെ പോരാളിക്ക് പത്മഭൂഷൺ ലഭിച്ചതിൽ വലിയ സന്തോഷം തോന്നി. എന്നാൽ മലയാള സിനിമയുടെ അഭിമാനവും ഇന്ത്യൻ സിനിമയിൽ അത്ഭുതവുമായ ഈ പ്രായത്തിലും നടന വൈഭവം സൃഷ്ടിക്കുന്ന മമ്മൂക്കയ്ക്ക് എന്തേ പത്മഭൂഷൺ നൽകിയില്ല എന്നാണ് അഖിൽ മാരാർ ചോദിക്കുന്നത്. ഏത് അളവ് കോലെടുത്ത് അളന്നാലും ലഭിച്ച മറ്റുള്ളവരെക്കാൾ ഒരു പിടി മമ്മൂക്ക മുന്നിലായിരിക്കും എന്നും അഖിൽ മാരാർ കൂട്ടിച്ചേർക്കുന്നു. ഭരണഘടനയുടെയും ജനാധിപത്യവും ഏറ്റവും മഹത്തരമാകുന്ന മഹാദിനത്തിൽ രാജ്യത്തെ പൗരനെ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും പേരിൽ വേർതിരിച്ച് ആദരിക്കേണ്ട ഗതികേടിലേക്ക് എൻ്റെ രാജ്യം പോകുന്നതിൽ വിഷമമുണ്ടെന്നും അഖിൽ മാരാർ കൂട്ടിച്ചേർത്തു. എത്രയൊക്കെ കൂട്ടിയാലും കുറച്ചാലും ഗുണിച്ചാലും ഹരിച്ചാലും ഒക്കെ നോക്കിയിട്ടും മാറ്റി നിർത്താൻ മമ്മൂക്കയുടെ മതവും രാഷ്ട്രീയവുമല്ലാതെ മറ്റൊരു യോഗ്യതയും ആ മഹാപ്രതിഭയ്ക്കുള്ളതായി എനിക്ക് തോന്നുന്നില്ലെന്നും അഖിൽ മാരാർ കൂട്ടിച്ചേർത്തു.